അല്ല നോക്കൂ, ഇത് ഓരോ ഭരണസമിതിയിലേക്കും ഏത് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ സ്വഭാവം ആ കമ്മിറ്റിക്കും ആ ക്ഷേത്രത്തിൻ്റെ പരിപാടികൾക്കും എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായിട്ട് നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, പല സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ സ്വഭാവം എന്താണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും അവിടെ നടത്തിയിരിക്കുന്ന പല പരിപാടികളുമായി ബന്ധപ്പെട്ട് ആ രാഷ്ട്രീയം വന്നിട്ടുള്ളതിനെ പറ്റി നമുക്കറിയാം. സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ വേദികൾ കിട്ടാത്ത ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്ഥലത്ത് വേദികൾ കിട്ടും. ചില ആൾക്കാരെ പ്രത്യേകമായി കൊണ്ടുവന്ന് ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. അതെല്ലാം തന്നെ അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ഭാഗമായിട്ടാണ്. ചെയ്യാവുന്ന കാര്യമാണോ? നിശ്ചയമായിട്ടുമല്ല. അങ്ങനെ രാഷ്ട്രീയം കലർത്താനായിട്ട് ഏത് രാഷ്ട്രീയമാണെങ്കിലും കലർത്താനായിട്ട് കഴിയില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ കാണുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. എന്ത് ഇടപെടലാണ് ഉണ്ടായത്? ഒരു ഇടപെടലുമില്ല. ഇതിനു മുമ്പ് ഒരു ക്ഷേത്രത്തിന്റെ മൈതാനിയിൽ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് പോലീസിന് മിണ്ടാൻ പറ്റുമോ? കാരണം അത് സർക്കാരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയിട്ടാണ് ആ സംവിധാനം ചെയ്യുന്നത്. ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് പോലീസ് ഇടപെടുന്ന സമയത്ത് പോലീസ് പറയുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, മറുപക്ഷത്ത് എതിർപ്പ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ക്രമസമാധാനത്തിലേക്ക് അത് നയിച്ചേക്കാം എന്ന് പോലീസിന് അത് പറയേണ്ടി വരുന്നതും അതിപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അല്ല, ഇതിലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. അതായത് പോലീസിന് സ്വതന്ത്രമായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഇത് നമ്മുടെ അമ്പലങ്ങളിലെ മാത്രം കാര്യമല്ല. കുറച്ച് നാൾ മുമ്പ് മഞ്ജുഷിന് ഓർമ്മയുണ്ടാകും, നമ്മുടെ സംവിധായകൻ ശ്രീ കമൽ ചലച്ചിത്ര അക്കാദമിയുടെ ഇടത് സ്വഭാവം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞിട്ട് ഒരു കത്തയച്ചത് ഓർമ്മയില്ലേ? അപ്പൊ എന്തിനാണ് ഈ ഇടത് സ്വഭാവം ഒരു സംഘടനയ്ക്ക് ഉണ്ടാകുന്നത്? എന്തിനാണ് ഒരു ഭരണസമിതിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാകുന്നത്? അങ്ങനെ ഇടതോ വലതോ സെന്ററോ ഒന്നും തന്നെ ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടുത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള വാദം ഞാൻ കേട്ടത്, ഒന്ന്, ഡിവൈഎഫ്ഐക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറയുന്നത് എന്താണ്? ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, ഡിവൈഎഫ്ഐ മറ്റുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്, ഡിവൈഎഫ്ഐക്ക് വേണമെങ്കിൽ വേറെ വേദികൾ കിട്ടും, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അവർ പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അവർക്ക് വേറെ വേദികൾ കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ അതിന് പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഇതിനേക്കാൾ വലിയ പരിപാടി വേണം, എ ആർ റഹ്മാനെ കൊണ്ടുവരാനുള്ള പൈസ അവർക്ക് പിരിച്ചെടുക്കാനുള്ള ആവതുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പ്രശ്നം ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ട് ഡിവൈഎഫ്ഐയുടെ പേര് പറയുകയല്ലെന്നേ. ഇപ്പൊ വേറെ ആരെങ്കിലും ഒരു പരിപാടി നടത്തിയതിനു ശേഷം ഇത് നടത്തിയത് ഡിവൈഎഫ്ഐ ആണെന്ന് ആരോപിക്കുകയല്ല, ഡിവൈഎഫ്ഐ തന്നെയാണ് നടത്തുന്നത്. കമ്മിറ്റിയിൽ നമ്മുടെ എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനക്കാരും ഉള്ള കമ്മിറ്റിയാണ് ക്ഷേത്ര കമ്മിറ്റി. അല്ല, അതുകൊണ്ട് കമ്മിറ്റിയോ ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റിയോ ഒന്നും അല്ല. അല്ല, അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ സംഘടനകൾക്കും അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത്, ഇപ്പൊ അങ്ങ് എന്തിനാ കമ്മിറ്റിയെ പറയുന്നത്? ഇത്തിരി മുമ്പ് അങ്ങ് പറഞ്ഞത് കമ്മിറ്റിക്ക് ലിമിറ്റഡ് റോളാണ്, ലൈറ്റ് ആൻഡ് സൗണ്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്തിനാ കമ്മിറ്റിയിലെ രാഷ്ട്രീയ സ്വഭാവം ഇപ്പൊ പിന്നെ രാഷ്ട്രീയ സ്വഭാവം പറയുന്നത് എന്തിനാ? അല്ല, ഇപ്പൊ പിന്നെ രാഷ്ട്രീയ സ്വഭാവം പറയുന്നത് എന്തിനാ? അല്ല, ഞാൻ പറയുന്നത് എന്റെ പോയിന്റിലല്ല വ്യത്യാസം, അങ്ങയുടെ പോയിന്റിലാണ് മാറ്റം വരുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഡിവൈഎഫ് കമ്മിറ്റിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ശരി, കമ്മിറ്റിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും കമ്മിറ്റിയിലുണ്ട്. ശരി, കോൺഗ്രസിന് അനുഭവമായിട്ടുള്ള ഏത് പാട്ടാ അവിടെ പാടിയത്? RSSന്റെ ഏത് ഘടകീതമാണ് പാടിയത് അവിടെ? അതാ പ്രശ്നം. പ്രശ്നം വേണ്ട, നിങ്ങൾ ഒന്നും വേണ്ട. മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള രഘുപതി രാഘവ രാജാറാം അങ്ങ് പാടിയാൽ മതി. മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള രഘുപതി രാഘവ രാജാറാം അങ്ങ് പാടിയാൽ മതി. ആരെങ്കിലും ചോദിച്ചോ? മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള രഘുപതി രാഘവ രാജാറാം എന്നുള്ള പാട്ട് അങ്ങ് പാടിയോ? കേൾക്കുന്നില്ലേ? വൈഷ്ണവ ജനതോ എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് പാടിയോ? അതെന്താ ഗാനമേളയ്ക്ക് പാടൂല്ലേ? ഏത് ഗാനമേളയ്ക്കായിട്ടാ ഈ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നേ? മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേളയ്ക്ക് പുഷ്പനെ അറിയാമോ? ഞാൻ കേട്ടിട്ടില്ല ചേട്ടാ, നമ്മൾ ആരും കേട്ടിട്ടില്ല ചേട്ടാ. മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗാനമേള ട്രൂപ്പാണല്ലോ. അവർ ഇന്നേ വരെ ഡിവൈഎഫ്ഐ സിന്ദാബാദ് എന്നൊരു പാട്ടും പാടിയിട്ടില്ല. അങ്ങനെ പാടില്ലെന്നേ. അവർക്ക് ഔചിത്യം ഉണ്ടെന്നേ. ഇനി പാർട്ടി വേദിയിലാണെങ്കിൽ ശരിയാ, അല്ലല്ല, പാർട്ടി വേദിയിലാണെങ്കിൽ ശരിയാന്നേ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വൈഷ്ണവ ജനതോ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം അതോ വിനീത് ശ്രീനിവാസനോ ഒന്നുമല്ല. ഇവിടുത്തെ വിഷയം അതല്ല. നോക്കൂ, അങ്ങ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അങ്ങേക്ക്
അതിന്റെ ശീലമില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് അങ്ങാണ് ഇപ്പൊ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം അല്ലല്ല പ്രശ്നം എന്ന് പറയുന്നത് പുഷ്പന അല്ലല്ല. അവിടെ ദീപ് പറയുന്നത് പുഷ്പനെ അറിയാമോ എന്നുള്ളത് ഒരു അല്ലല്ല അത് പാർട്ടിയുടെ ഒരു വിപ്ലവഗാനമായിട്ട് ദീപ് പറയുന്നില്ല. അതെനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പാർട്ടിയുടെ മാത്രം ഗാനമാണ് പുഷ്പനെ അറിയാമോ എന്നുള്ളത്. പാർട്ടിയുടെ പോരാട്ടത്തിന്റെ ഗാനമാണത്. അത് പാർട്ടി വേദികളിലാണ് ഉയർന്നു കേൾക്കാറുള്ളത്. അല്ല, അതുപോലെയുള്ള മറ്റേ പിന്നെ KPSCയുടെ ഒന്നും പാർട്ടിയുടെതല്ല, ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. KPSC നാടകമാണ്. നിങ്ങളുടെ പുഷ്പന് നാടകമാണോ? അല്ലല്ലോ, പുഷ്പൻ ജീവിതമല്ലേ, മറ്റേ നാടകമല്ലേ? അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. KPSC നാടകമല്ലേ? അത് ജനങ്ങളെന്ന് അതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ ദീപു. അത് CPM കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തത് മാത്രമാണ് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട്. ജനങ്ങളൊന്നും അത് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഈ നൂറ് പൂക്കളെ എന്നുള്ള പാട്ട് ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തതന്നെ. അത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്ത പാട്ടാണ്. നിങ്ങളുടെ ചിന്തയാണിത്. നോക്കൂ, ഇതാ പ്രശ്നം. ശ്രീ ദീപു ഇപ്പൊ പറയുന്നത് ശരിയായ CPM കാരനായിട്ടാണ്. താങ്കൾ ഇപ്പൊ പറയുന്നത് ശരിയായ CPM കാരനായിട്ടാണ്. താങ്കളുടെ അതേ ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഗാനമേള സംഘടിപ്പിക്കപ്പെട്ടത്. അല്ല, മറ്റു ചിന്താഗതിയുള്ളവർക്ക് അങ്ങനത്തെ ഇടപെടാനും കഴിയുകയില്ല. ഡോക്ടർ ബി ജയരാജ്, ഇതല്ലേ വാസ്തവം? മറ്റ് ചിന്താഗതി ഉള്ളവർക്ക്, മറ്റ് രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവർക്കൊന്നും ഇതിനകത്ത് ഇടപെടാനേ കഴിയില്ല. കാരണം ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഇത് നടന്നത്. അതാണല്ലോ സംഭവം. കാര്യങ്ങൾ വ്യക്തമാവുകയാണല്ലോ ജയരാജ്. പാർട്ടി ഗ്രാമം എന്നൊരു ഗ്രാമം ഉണ്ടാ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ജിഹാദ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ന്യൂനീകരിച്ച് കാണണ്ട. ഉദാഹരണത്തിന് പറയട്ടെ, ഉദാഹരണത്തിന് വെള്ളായണി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം തോരണം കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് ദേശീയ ചാനലിൽ നടത്തിയ പല ചർച്ചകളിലും പങ്കെടുത്ത ഒരാളാണ്. അവിടെ ഇതുപോലെ ഈ കാവിക്കൊടികൾ കംപ്ലീറ്റ് അങ്ങ് കെട്ടിരിക്കുകയാണ്, സാഫ്രണൈസ് ചെയ്ത് കംപ്ലീറ്റ് സ്ഥലങ്ങളും. ഏതാണ്ട് വെള്ളായണി ജംഗ്ഷൻ തൊട്ട് അങ്ങേയറ്റം ദേവി ക്ഷേത്രം വരെ. അതിനെതിരെ എതിർപ്പുണ്ടായി. ആളുകൾ അത് പോലീസ് വന്ന് എല്ലാ സാധനങ്ങളും അഴിപ്പിക്കേണ്ടി വന്നു. ഉടനെ അത് ദേശീയ ചാനലിൽ ചർച്ചയായി. ഇവിടെ സാഫ്രൻ ഫ്ലാഗ് കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അവർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു പള്ളിയുടെ പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഉറൂസിന് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും കളറ് കെട്ടുവോ എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചത്. സെമിറ്റിക് മതങ്ങളെയും പേജൻ റിലീജിയനെ ഒരേപോലെ കാണുന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് അത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കാറുണ്ട്. മനഃപൂർവ്വമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പരിപാടികൾ നടത്തുമ്പോഴും അതിനെ ഒരു രാഷ്ട്രീയ. ഇപ്പൊ ഹൈക്കോടതി വിധിയുടെ കാര്യം പറഞ്ഞു. ശബരിമലയിൽ ഹൈക്കോടതി വിധി വന്നതാണല്ലോ. സഭാ തർക്കത്തിൽ ഹൈക്കോടതി വിധി വന്നതാണല്ലോ. ഇത് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഈ പറയുന്ന ന്യായം പറയുന്ന ആളുകൾ തന്നെ അതിന്റെ മുന്നിൽ നിന്ന് എതിർക്കുകയും ആദ്യമേ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ മുന്നിൽ നിന്ന് അതിനകത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്യുന്നല്ലോ. ഇതിനകത്ത് വേറെ ഒന്നുമല്ല. ഇതിനകത്ത് തുച്ഛമായ രാഷ്ട്രീയ ഇത് കണ്ടെത്തണം. എന്താണ് എന്ന് പറയുന്നത്? അവിടെ കയറി ക്ഷേത്രത്തിൽ കയറി ഇങ്ങനെ പാർട്ടി വിപ്ലവഗാനം പാടി ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചടക്കാൻ പോവുകയാണ്, എല്ലാ ആളുകളെ ഇവിടുന്ന് ഓടിക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള ഒരു വിവക്ഷ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചയാണ്. കടക്കലിലെ ജനങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല, അമ്പല കമ്മിറ്റിക്ക് അതിനകത്ത് പ്രശ്നമില്ല. അവിടെ പരിപാടി നടന്നു, അടുത്ത ദിവസം പരിപാടി നടന്നു, അതിന്റെ അടുത്ത ദിവസം പരിപാടി നടന്നപ്പോ ഇതാണ്. തുഷാർ ഗാന്ധിയെ തടഞ്ഞതിന് ഇവിടെ ആർക്കും ഒരു ചർച്ചയും വേണ്ട. തുഷാർ ഗാന്ധിയെ തടഞ്ഞ് മഹാത്മാഗാന്ധിയുടെ മകനെ തടഞ്ഞതിനെ കുറിച്ച് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പ്രതികരിച്ചോ? കോൺഗ്രസ്സുകാരൻ പ്രതികരിച്ചില്ല. ആരെങ്കിലും ചർച്ച സംഘടിപ്പിച്ചില്ല. അപ്പൊ മഹാത്മാഗാന്ധിയെ വീണ്ടും കൊല്ലുന്നതിന് തുല്യമായിട്ടല്ലേ? ക്ഷമിക്കണേ, അങ്ങ് പത്രവും ടി വിയും വായിക്കുന്നില്ല, അതാ പ്രശ്നം. കാണുന്നില്ല. വൈകി വന്ന പ്രതികരണങ്ങളാണ് വളരെ വൈകി വന്ന പ്രതികരണങ്ങളാണ് വളരെ വൈകി വന്ന് എല്ലാവരും പ്രതികരിച്ചെങ്കിലും പറഞ്ഞു. ക്ഷേത്ര കോമ്പൗണ്ട് നിറഞ്ഞു നിന്നത് വഴങ്ങുമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സമാധാനപരമായി ഉത്സവം കണ്ടിട്ട് പരിപാടി കണ്ടുപോണ സ്ഥലമാണ് സാർ കടയ്ക്കൽ ക്ഷേത്രം. ദൈവം അത് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞാൻ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ നമ്മുടെ വെള്ളായണി ക്ഷേത്രത്തിലെ കാര്യം അക്ഷരം പ്രതി ശരിയാണ്, 100% ശരിയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ തൊട്ടടുത്ത് താമസിക്കും, എന്റെ നിയോജകമണ്ഡലത്തിലാണ്, നേമം നിയോജകമണ്ഡലത്തിലാണ്. അപ്പൊ ആ നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ അമ്പലങ്ങളുള്ളത്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിലും വെള്ളായണി ക്ഷേത്രമാണെങ്കിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ ഈ സാഫ്രണൈസേഷൻ ഉണ്ട്, ഞാൻ അതിനെ സമ്മതിക്കും ചെയ്യാൻ. പക്ഷേ അതിന് പകരം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണോ ഇത് നമ്മൾ മറ്റു കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്ത സെയിം അല്ലേ?
ഇവർ ചെയ്തത് ശരിയല്ലേ? അങ്ങിപ്പോ നിരീക്ഷകനാണെന്ന നിലയോട് ഞാൻ പറയുന്നത്, അങ്ങയോട് യോജിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് തെറ്റാണെന്ന് അഭിപ്രായമാണ്. ഇനി താങ്കൾ പറഞ്ഞു കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, തുഷാർ ഗാന്ധി, ഞങ്ങളാണ് ആദ്യം പ്രതികരിച്ചത്. ശ്രീത്ത് പറഞ്ഞ പോലെ ഈ തടയുന്നതിന് മുമ്പ് പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഈ നിങ്ങളുടെ പറയാൻ ക്ഷമിക്കണം കേട്ടോ, അങ്ങ് CPN സഹയാത്രികൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ അത് പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ നമുക്കറിയാവുന്ന മുൻ മന്ത്രി, അതോടൊപ്പം തന്നെ CPI രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗാന്ധിയും അതോടൊപ്പം തന്നെ ഗുരുദേവനും തമ്മിലുള്ള കാഴ്ച കണ്ടുമുട്ടിയ 100 വർഷത്തെക്കുറിച്ചുള്ള പരിപാടി ഞങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ പണി ഞങ്ങൾ വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഒരു സംശയം ആ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. ഇനി RSS എതിർത്തപ്പോൾ തെറ്റായിട്ടുള്ള കാര്യമാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, അവർ ചെയ്യാൻ പാടില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിഷമാണ്. ശരി ശരി, ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഹരി. തുഷാർ ഗാന്ധിയുടെ കാര്യം പറയുന്ന സമയത്ത് TP ശ്രീനിവാസനെ തല്ലിയതിൽ ഇപ്പോഴും ഖേദമില്ലാത്ത പാർട്ടിയാണ്. ഖേദമില്ലാത്ത പാർട്ടിയാണ്. നല്ലതുപോലെയുള്ള എല്ലാ നടത്തിപ്പിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടപെടാറുണ്ട്. അത് കോൺഗ്രസ് ഇടപെടാറുണ്ട്, CPM ഇടപെടാറുണ്ട്. എന്നാണ് ഇപ്പോഴും പറയുന്നത്. അതെ ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് തുഷാർ ഗാന്ധിയെ നമുക്ക് സംരക്ഷിക്കാം, പക്ഷെ TP ചന്ദ്രശേഖരൻ TP എന്നുള്ള ഇനീഷ്യലാണ് തോന്നുന്നു പ്രശ്നം അല്ലേ? രണ്ട് കുതിരകൾ തമ്മിൽ അടി നടക്കാതിരിക്കുമ്പോ CPM ജില്ലാ സെക്രട്ടറി TP എന്നുള്ള ഇനീഷ്യൽ കണ്ടു കഴിഞ്ഞാൽ കൈതരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ദീപു, ശ്രീ പണിക്കർ, ഡോക്ടർ B ജയരാജ്, ഡോക്ടർ GV ഹരി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷേത്രോത്സവത്തിൽ ചെങ്കൊടിയും പാർട്ടി ഗാനവും അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ 15% മാത്രം, അനുകൂലിക്കുന്നില്ല എന്ന് 85%.